നമസ്കാരം. ഇന്നലെ ഞാൻ ഒരു പഴയ RSSകാരനാണ്. ഇന്നലെ വിളിച്ചു. എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. പക്ഷെ അദ്ദേഹം RSSന്റെ എല്ലാവരെയും അദ്ദേഹം അറിയും. അദ്ദേഹം ശിവഗിരി ആശ്രമത്തിലുള്ള വലിയൊരു സന്യാസി വര്യൻ. അദ്ദേഹത്തില്ല. അദ്ദേഹത്തിൻ്റെ ഒപ്പം നടന്നിരുന്ന ഒരാളാണ്. RSSന്റെ ഉന്നത നേതാക്കളായിട്ട് നല്ല ബന്ധവുമുണ്ട്. ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് നേരം അങ്ങനെ വളരെ ആവേശത്തോടെ സംസാരിച്ചത്. അപ്പോൾ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് 4 മിനിറ്റ് 5 പറഞ്ഞു നമുക്ക് പിന്നെ വിളിക്കാം. അപ്പോൾ ശരി സ്വാമി. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു. ഞാൻ ഒരു ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞു. അതിനെന്താ സ്വാമി, നല്ല കാര്യം. മാർക്സിസ്റ്റുകാർ ഏത് പാർട്ടിയാണ് വോട്ട് ചെയ്യുക? അങ്ങനെ പറഞ്ഞു. മാർക്സിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യും, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും. ഓക്കെ. CPIക്കാർക്ക് വോട്ട് ചെയ്യുക? ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും. കോൺഗ്രസ്സുകാരാർക്കാ വോട്ട് ചെയ്യുക? UDFന് വോട്ട് ചെയ്യും. മുസ്ലിം ലീഗുകാരാരെ വോട്ട് ചെയ്യുക? ആർക്കാ വോട്ട് ചെയ്യുക? UDFന് വോട്ട് ചെയ്യും. BJPക്കാർക്കാ വോട്ട് ചെയ്യുക? അതറിയില്ല. പക്ഷെ ഒന്നറിയാം, BJPക്കാരും BJP വോട്ട് ചെയ്യില്ല. സത്യമാണത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ പരാജയം ഉറപ്പിക്കാൻ അവിടെ വലിയ രൂപത്തിലുള്ള വട്ടം ചുറ്റിക്കളി നടക്കുകയാണ്. കാരണം ഇന്നലെ ഓടിക്കേറി വന്ന പല മരയൊന്തുകൾക്കും സ്ഥാനമാനങ്ങൾ കൊടുക്കുകയാണ്. PC ജോർജ് ഈ കേരളത്തിലെ BJPയുടെ ചരിത്രം ആരംഭിക്കുന്നത് 60-70 വർഷങ്ങൾക്ക് മുൻപ് ടാങ്കിഡിജി എന്ന് പറഞ്ഞൊരാൾ, 60 വർഷമായിട്ട് തോന്നുന്നുണ്ട്. ടാങ്കിഡിജി. ഈ ടാങ്കിഡി എന്ന് പറയുന്ന ആള് അദ്ദേഹം കോഴിക്കോട് വന്നിട്ട് RSSന്റെ പ്രചാരണം ആരംഭിക്കുകയാണ്. ഇത് തൃശ്ശൂരിൽ വരുമ്പോൾ അവിടെ അഡ്വക്കേറ്റ് KK ഉണ്ണി അവരേക്കും അദ്ദേഹം വളരെ ഇപ്പം ജീവിച്ചിട്ടുണ്ടെങ്കിൽ 120 വയസ്സുണ്ടാവും അദ്ദേഹത്തിന്. അവരൊക്കെ ഏറ്റെടുത്ത് അവിടെയും തുടങ്ങി, തൃശ്ശൂരിലും തുടങ്ങി. ഇങ്ങനെ KG മാരാർ ഇങ്ങനെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലങ്ങളിൽ ഹിന്ദു മതത്തിൻ്റെ വക്താക്കൾ എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ട് അന്നൊക്കെ അമ്മമാർക്കൊക്കെ വലിയ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ RSSന് പൊക്കൂടെ എന്നാൽ അമ്മമാർ കുട്ടികളോട് ചോദിക്കും. കാരണം എന്താ, അവിടെ പോകുമ്പോൾ അവർ പാട്ട് പഠിപ്പിക്കുന്നു, അവർ ശരീരത്തിൽ ഉന്മേഷം ഉണ്ടാകാനുള്ള അഭ്യാസ മുറകൾ പഠിപ്പിക്കുന്നു, നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെയാണ് പതുക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള വിഷം അതൊക്കെ പിന്നീട് വളരെ കാലത്തിന് ശേഷമാണ് പുറത്തു വരാൻ തുടങ്ങിയത്. അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ 50-60 വർഷം മുമ്പ് ഇതിൻ്റെ അടിത്തറ പാകാൻ നിന്നിരുന്ന ആളുകൾ അവർക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ പെട്ടെന്ന് മനസ്സിൽ വന്നൊരു കാര്യം പറയണം. നമ്മളെ പ്രവാചകനായിട്ടുള്ള നബി തിരുമേനി അദ്ദേഹത്തിൻ്റെ വീട് കെട്ടുന്ന സമയത്ത് ഈ കല്ലെടുത്ത് വയ്ക്കാനും മണ്ണെടുത്ത് വയ്ക്കാനും അങ്ങനെ നിൽക്കാറുണ്ട് അത്രേ. അപ്പം ഹംസ എന്ന് പറയും, അയ്യോ ഇത് ഞങ്ങൾ ചെയ്തോളാം, അങ്ങ് മാറി നിൽക്കൂ, അങ്ങ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, ഇത് ഞങ്ങൾ ചെയ്തോളാം. പക്ഷെ പറഞ്ഞു വരുന്നത് ഇന്ന് ഇസ്ലാം ലോകത്തിലെ നമ്പർ 1 ഒരു മതസമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, എത്തിക്സിൻ്റെയും വാല്യൂസിൻ്റെയും കാര്യത്തിൽ പറയുന്നത് നമ്പർ 1 തന്നെ. പക്ഷെ അതിൻ്റെ തുടക്കം എങ്ങനെയാണ്? അത് ഹംസ, ഉമർ, അബൂബക്കർ, അലി, പിന്നെ സാക്ഷാൽ പ്രവാചകനൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക്. പ്രവാചകൻ കിടന്നുറങ്ങിയിരുന്നത് മറ്റേ ഈന്തപ്പനയുടെ ഓലയുടെ അവയെ കിടന്നുറങ്ങും. എന്നിട്ട് എണീക്കുന്ന സമയത്ത് പ്രവാചകന്റെ പിൻഭാഗം കാണുന്ന രസമായിരുന്നു പറഞ്ഞത്. ഇങ്ങനെ ഈർക്കിളിയുടെ അതിങ്ങനെ പതിഞ്ഞു കിടക്കണതാണ്. അത് കണ്ടിട്ട് ഉമർ കരഞ്ഞു പോയി എന്നാണ് പറയുന്നത്. അപ്പം എല്ലാത്തിൻ്റെയും അടിയിലൊരു അവർ അടിത്തറയുണ്ട്. ബുർജ് ഖലീഫയുടെ അടിയിൽ, ബുർജ് ഖലീഫ ദുബായിയുടെ തീരത്തിൻ്റെ മേലെന്നല്ല ആരംഭിച്ചിട്ടുള്ളത്, അതിൻ്റെ അടിയിൽ അതുപോലെ പീലിംഗ് അതുപോലെ കുഴിച്ച് അവിടെ നിന്ന് ആരംഭിച്ചിട്ടുള്ളത്. അതിലൊരു കാറ്റ് വന്നാൽ പറഞ്ഞു പോവില്ലേ. ഇതുപോലെ ഇന്നിപ്പോൾ ഇവിടെ BJPയുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ സിനിമാ നടികൾ, സിനിമാ നടന്മാർ, എഴുത്തുകാർ, ചാനലുകാർ മുഴുവൻ ഇപ്പോൾ വെള്ളം കോരികളും പറകുകുറ്റികളായിട്ട് മാറിയിരിക്കുകയാണ്. മത്സരമാണ്, സംഘികളാവാൻ വേണ്ടി മത്സരമാണ് ഇവിടെ.
അപ്പം ഇതിൻ്റെ പഴയ കാലഘട്ടം ഞാൻ പറയുന്നത്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, ഒരാളുണ്ട്, നമ്മുടെ കുമ്മനം രാജശേഖരൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണ്ടത്തെ ട്രങ്ക് പെട്ടി എന്ന് പറയില്ല, ഇരുമ്പോണ്ടുള്ള പെട്ടി, അതിന് കളിയാക്കി പറയാം ട്രങ്ക് പെട്ടി എന്ന് പറയാം, പോസ്റ്റുകാർ എന്ന് പറഞ്ഞ പോലെ. ഈ ട്രങ്ക് പെട്ടിയുമായിട്ട് അദ്ദേഹം കയറി ഇറങ്ങാത്ത ഗ്രാമങ്ങളില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ എനിക്കറിയാം. 10,000-കണക്കിന് ആളുകളുടെ പേര്, അവരെ കുടുംബത്തിലെ ചരിത്രങ്ങളൊക്കെ നേരിട്ടറിയാം. കേരളത്തിലെ എല്ലാ സന്യാസിമാരായിട്ടും നല്ല ബന്ധമാണ് ആ മനുഷ്യനും. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ചവിട്ടിക്കൂട്ടിയൊരു മൂലയ്ക്ക് ഇട്ടിട്ട്, ഇത് കുമ്മനം രാജശേഖരൻ മാത്രമല്ല, ഇതുപോലെ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലങ്ങളിലുള്ള എത്രയോ ആളുകളെ അവരിതിനു വേണ്ടിയിട്ട് ജന്മം മുഴുവൻ തപമാക്കി മാറ്റിയ ആളുകളെ പറയുന്നത്. അവരെയൊക്കെയും കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞു. അതിൻ്റെ രസം ഊറ്റിയെടുത്ത് ബാക്കി ചണ്ടി, നമ്മൾ കരിമ്പ് നീര് കുടിക്കില്ലേ, ആ കരിമ്പ് നീര് കുടിക്കുന്ന സമയത്ത് ഞാൻ ആ കരിമ്പിൻ്റെ തുണ്ടുണ്ടല്ലോ അതിങ്ങനെ വെക്കുന്നത് കാണും. അതിങ്ങനെ അരച്ചരച്ച് അതിനെ വെള്ളം എടുക്കും. എന്നിട്ട് വീണ്ടും അതിനെ മടക്കി ചുരുട്ടി വീണ്ടും അതിനകത്ത് വെച്ചിട്ട് അരച്ചരച്ച് അതിൻ്റെ വെള്ളം എടുക്കും. എന്നിട്ട് ആ കരിമ്പും ചണ്ടി വിരിച്ചറിയും. ഈ കരിമ്പും ചണ്ടിയുടെ അവസ്ഥയിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഇന്ന് BJP-യിലുണ്ട്, കഷ്ടപ്പെട്ട ആളുകൾ. പക്ഷെ BJP-കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെടി നട്ടിട്ട് അതിൻ്റെ കടക്കലെല്ലാവരും വെള്ളം ഒഴിക്കുന്നത്, തലക്കല വെള്ളം ഒഴിക്കുന്നത്. കേരളത്തിലുള്ള സന്യാസിമാരൊക്കെ ഹൈന്ദവ മത അതിൻ്റെ സംരക്ഷകരാണോ ഇവരെന്ന് സംശയിച്ചതിൻ്റെ പേരിൽ പോലും അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടുകളെയും പലപ്പോഴും നൽകിയിട്ടുണ്ട്. അവർ ശാഖകളിൽ എവിടെ വിളിച്ചാലും പോകും. പക്ഷെ അവസാനം ഇവരുടെ അർമാദിത്വം, ഞങ്ങൾ മാത്രം മതി, ബാക്കിയൊക്കെ ഞങ്ങളുടെ പുറകിൽ നിന്നോളണം എന്നുള്ള രീതിയിൽ അവർ വന്ന വഴിയും മറന്നു. തന്തയെയും തള്ളയെയും മറന്നു. തന്തയെക്കുറിച്ച് എടാ തന്തയെന്ന് വിളിക്കാൻ തുടങ്ങി. ഞാനാണോ നീയാണോ ആദ്യം ഉണ്ടായത്, ഞാനാണോ നിന്റെ തന്ത, നീയാണോ എൻ്റെ തന്ത, സംശയമായി അവർക്ക്. പാരമ്പര്യങ്ങളും പൈതൃകങ്ങളും വാക്കുകളിൽ ഒതുക്കിയവർ ആയതുകൊണ്ട് തന്നെ ഇപ്പം ഈ വരുന്ന ഇലക്ഷനിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന തൊള്ളാപ്പാറൻ, PC ജോർജ് എന്നിത്യാദി ആളുകളെ പിടിച്ച് വലിയ സ്ഥാനങ്ങളിൽ കൊണ്ട് ഇരുത്തുന്നു, അവർക്ക് സീറ്റുകൾ കൊടുക്കുന്നു. അതേ സമയത്ത് ഇതിൻ്റെ താങ്ങും തണലുമായിട്ട് വർത്തിച്ച ആളുകളെ അവർ ചവച്ചു തുപ്പുന്നു. അവരെല്ലാവരും തമ്മിൽ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിൻ്റെ പകുതി പോലും കിട്ടില്ല എന്ന് ഞാനിത് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലുള്ളത്. സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ BJP-യിൽ വലിയ നീക്കങ്ങൾ നടക്കുകയാണ്. അവർക്ക് വലിയ വലിയ പ്രതീക്ഷകളുണ്ട്. 5 സീറ്റ് പറയുമ്പോൾ അതിൽ 1 സീറ്റ് തൃശ്ശൂരിനായിട്ട് കണക്ക് കൂട്ടുന്നത്. കണക്കൂട്ടുന്ന ആരോടും അതിപ്പം ആർക്കും കണക്കുകൾ വേണ്ടത്ര ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാനോ, 1+1, 2, 2+1, 3, 3+1, 4 ഇങ്ങനെ കണക്ക് കൂട്ടാം. അതിൽ വലിയ കണക്കൂട്ടൽ നടക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ലോക്സഭാ സീറ്റ് BJP-യുടെ കേരളത്തിൻ്റെ സമുന്നതനായ നേതാവ്, മലയാളത്തിന് സൂപ്പർ സ്റ്റാർ, ഇയാൾ എന്നാ സൂപ്പർ സ്റ്റാറായത്? കേരളത്തിന് സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൂപ്പർ സ്റ്റാർഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുവർ ബെറ്റാണ്. മമ്മൂട്ടി സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അത് പരാജയപ്പെടില്ല എന്നൊരു വെപ്പ്. ഇപ്പൊ പരാജയപ്പെടുന്നുണ്ട് പലതും. മോഹൻലാൽ, അതുപോലെ തന്നെ നമ്മളുടെ ഇദ്ദേഹമുണ്ട് ദിലീപ്, ഇവരൊക്കെയാണ് സൂപ്പർ സ്റ്റാറുകൾ. ഇയാൾ അഭിനയിച്ച സിനിമകൾ 1, 2 ഭാഗ്യത്തിൽ രക്ഷപ്പെട്ട് ബാക്കിയും. പക്ഷെ എന്നാലും സൂപ്പർ സ്റ്റാർ എന്നുള്ള പേരും വെച്ചെടുക്കാതെ എന്തോ ആകട്ടെ. അപ്പോൾ സൂപ്പർ സ്റ്റാറുമായിട്ടുള്ള സുരേഷ് ഗോപി മത്സരിക്കുന്നത് കൊണ്ട് തന്നെ BJP ദേശീയ നേതൃത്വം അമിത പ്രതീക്ഷയാണ് ഇക്കാര്യത്തിൽ വെച്ച് പുലർത്തുന്നത്. അവരുള്ള പ്രവർത്തനം മോഡിജി 2-3 തവണ തൃശ്ശൂർ കല്യാണത്തിന് വിളിച്ചാൽ, തൃശ്ശൂർ പള്ളിക്കാരി വിളിച്ചാൽ, ഏത് സമയത്തും ഇങ്ങനെ വിളിച്ചാൽ ഓടി വരുന്നൊരു പ്രവൃത്തിയായിട്ട് മാറിയിട്ടുണ്ട് കഴിഞ്ഞാൽ തൃശ്ശൂരിനോടുള്ള താല്പര്യം, പ്രതീക്ഷ. ഏതായാലും സുരേഷ് ഗോപി വിഷുക്കൈ നീട്ടവും മുണ്ടും കോണമായിട്ട് നടക്കുകയാണ്. മേലെ മാത്രം, അതായത് ഒരു കിണറിനകത്ത് ഒരു 1.5 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് മേലെ പൊന്തി കിടക്കുന്ന പറയാം, അത് മുഴുവൻ വെളിച്ചെണ്ണയാണെന്ന്. അടിയിൽ കിടക്കുന്ന പച്ചവെള്ളമാണ്. ഇയാൾ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുൻഭാഗത്ത് മാത്രം മറ്റേ കുട്ടിക്കുറ പൗഡർ ഇട്ടിരിക്കുകയാണ്. ഉള്ളിൽ ക്യാൻസർ ആണെങ്കിൽ കുഷ്ഠമാണ്. അതാണ് സ്ഥിതി. അതുകൊണ്ട് ഇയാൾ ചെയ്യുന്നത് അവിടെ വിലക്കെടുത്തിട്ടില്ല. ഒരു കോമാളി വേഷത്തിന്റെ കോമാളിത്തരങ്ങൾ മാത്രമായിട്ട് കണക്കിലെടുത്തിട്ടുള്ളൂ. ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയായിരുന്നു തൃശ്ശൂരിന്റെ BJP സ്ഥാനാർത്ഥി.
വളരെ താമസിച്ചിട്ടാണ് അന്ന് പ്രഖ്യാപിച്ചത്. ആരാ വരിക ആരാ വരില്ലെന്ന് അറിയില്ലായിരുന്നു. അതിനു മുമ്പ് വേറെ പേരൊക്കെയായിരുന്നു, തുഷാർ വെള്ളാപ്പള്ളിയുടെ പേരായിരുന്നു. അവസാനമാണ് ഇയാളുടെ പേര് വന്നത്. തൃശ്ശൂരിൽ മത്സരിക്കുമെന്ന് ആദ്യം കരുതിയ BDS നേതാവ്, അതായത് തുഷാർ വെള്ളാപ്പള്ളി, അയാൾ പിന്നീട് ലോകത്തിൽ മുഴുവൻ പേരെടുക്കാൻ വേണ്ടി മറ്റേ രാഹുൽ ഗാന്ധിയോട് മത്സരിച്ച പേര് കിട്ടുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ആ പേരും പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോയി, വയനാട്ടിലേക്ക് പോയി. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഇവിടെ നറുക്ക് വീണത്. അല്ല, അവസാന നിമിഷത്തിലാണ് ഇതിൽ വന്നത്, മറ്റേ ഗോതയിലെത്തിയത്, മത്സര ഗോതയിലെത്തിയത്. എന്നിട്ടും അയാൾക്ക് കുറേ വോട്ടുകൾ കിട്ടി എന്നാണ് പറഞ്ഞത്. അപ്പം ആ വോട്ട് ഇപ്പോഴത്തെ രീതിയിൽ ഇരട്ടിച്ച് നോക്കുന്ന സമയത്ത് അയാൾ ജയിക്കുന്നൊക്കെ ഒരു തരം കണക്കൂട്ടൽ. തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും പ്രതീക്ഷിച്ചിലധികം വോട്ട് പിടിക്കാൻ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ കഴിഞ്ഞു. ഇക്കുറിയും സുരേഷ് ഗോപി അല്ലാതെ മറ്റൊരാൾ തൃശ്ശൂർ സ്ഥാനാർത്ഥിയായിട്ട് BJP നേതൃത്വം പരിഗണിക്കുന്നില്ല. ഒപ്പം തോൽവി എന്നുള്ളത് ചിന്തിക്കാൻ പോലും സുരേഷ് ഗോപിക്കോ BJP നേതാക്കൾക്കോ ആവുന്നതുമല്ല. ഈ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ സുരേഷ് ഗോപിയും കൂട്ടരും തൃശ്ശൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ രസം, തൃശ്ശൂരിലെ പ്രബല വിഭാഗമായിട്ടുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ അത് പ്രതീക്ഷിച്ചുകൊണ്ട് BJP നടത്തുന്ന നീക്കങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു. ക്രിസ്ത്യൻ വിഭാഗത്തെ ആകർഷിച്ച് കൂടെ നിർത്താനുള്ള പല പയറ്റുകളും BJP ദേശീയ നേതാക്കളും സുരേഷ് ഗോപിയും പയറ്റുന്നുണ്ട്. BJP ക്രിസ്ത്യൻ നേതാക്കൾക്ക്, ക്രിസ്ത്യൻ അച്ഛന്മാർക്ക്, ക്രിസ്ത്യൻ ബിഷപ്പ്മാർക്ക്, ക്രിസ്ത്യൻ ആർച്ച് ബിഷപ്പ്മാർക്ക് ഡൽഹിയിൽ എത്തിയിട്ട് പറഞ്ഞാൽ ഹലോ മോഡി ചില കാര്യങ്ങൾ സംസാരിക്കേണ്ട പറഞ്ഞ ഉടനെ തന്നെ വാതിൽ തുറന്നു. അതേ സമയത്ത് ഇതിന്റെ പുറകിൽ കുമ്മനം രാജശേഖരൻ തൃശ്ശൂർ നടന്ന പ്രോഗ്രാമിൽ അദ്ദേഹം ഏറ്റവും പുറകിലൊരു മൂലയ്ക്ക് ഇങ്ങനെ ചിന്താമഗ്നയായിട്ടുള്ള സീതയായിട്ട് കണ്ടപ്പോൾ സങ്കടം തോന്നി. വാസ്തവത്തിൽ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ സ്റ്റേജിന്റെ പുറകിലാണ് നിന്നിരുന്നത്. എന്ത് രീതിയിൽ എവിടെ വളഞ്ഞാലും, എവിടെ ചതഞ്ഞാലും, എവിടെ കുമ്പിട്ടാലും, എവിടെ വിധേയപ്പെട്ടാലും, അടിമയായാലും വേണ്ടില്ല, അക്കൗണ്ട് തുറക്കണം. അതിനുവേണ്ടി എല്ലാ എത്തിക്സും വാല്യൂസും കളഞ്ഞ് എക്സിസ്റ്റൻസിന് വേണ്ടി മാത്രം. അങ്ങനെയാണ് ഇപ്പോൾ തൃശ്ശൂരിന്റെ ചരിത്രമാണ് ഈ പറയുന്നത്. ഏതായാലും സുരേഷ് ഗോപി കഷ്ടപ്പെടുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് ലൂർദ് പള്ളിയിൽ എത്തിയിട്ട് മാതാവിന് സുരേഷ് ഗോപിയും കുടുംബവും 5 പവൻ തൂക്കമുള്ള സ്വർണ്ണ കിരീടം മാതാവിന്റെ തലയിൽ വെക്കുകയും മാതാവ് അത് ഹെഡ് ചെയ്തിട്ട് തലയിൽ തട്ടിയിടും. അതൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. ഏതായാലും തൃശ്ശൂരിൽ ജയിക്കണമെങ്കിൽ ഹിന്ദു വോട്ടുകൾ മാത്രം പോരാ, ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി പെട്ടിയിലാകണമെന്ന് അങ്ങനെ ഒരു ബോധം അവരുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിലാണ് ലൂർദ് മാതാവിന്റെ സ്വർണ്ണക്കിരീടവും പ്രശ്നമൊക്കെ ഉണ്ടായത്. ഏതായാലും ഇയാളുടെ സ്വന്തം നാട് കൊല്ലത്താ. അവിടെ ഏതെങ്കിലും പള്ളിയിൽ പോയിട്ട് കിരീടം കൊടുത്തിട്ടുണ്ടോ? അപ്പൊ എല്ലാവർക്കും അറിയാം, കിരീടം കൊടുത്താൽ വോട്ട് കിട്ടും. ലൂർദ് മാതാവ് അത്രയേ ഉള്ളൂ. ഒരു 10 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ എത്ര ലക്ഷമാണ്? 5 പവൻ എത്രയോ ആവട്ടെ. അപ്പൊ അതാണ് 2 ലക്ഷം. 2 ലക്ഷം കൊടുത്താൽ ലൂർദ് മാതാവ് കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ പോകുന്ന ആളാണ് ലൂർദ് മാതാവും അതിന്റെ പുറകിലുള്ള പ്രാഞ്ചേട്ടന്മാരെന്ന് ഇയാൾ വിചാരിച്ചത്. സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായാലും കൊള്ളാം, അദ്ദേഹത്തിനെതിരായിട്ട് സ്വന്തം പാളയത്തിൽ തന്നെയാണ് ഇപ്പോൾ പടയുള്ളത്. ക്രിസ്ത്യൻ സമുദായത്തെ ആകർഷിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തൃശ്ശൂരിലെ ക്രിസ്ത്യൻ സമുദായത്തെ മുഴുവൻ വെറുപ്പിച്ച് സുരേഷ് ഗോപിയെ മൂലക്കിരുത്താൻ വേണ്ടിയിട്ട് കിണഞ്ഞ് പരിശ്രമിക്കാണ് കൂടുതലുള്ള ആൾക്കാർ ചെയ്യുന്നത്. ലൂർദ് പള്ളിയിൽ സ്വർണ്ണകിരീടം ചാർത്തി അത് ക്രിസ്ത്യൻ സമുദായത്തെ സന്തോഷിപ്പിക്കുന്നതിന് പിന്നാലെ ഒരു ഹിന്ദു നേതാവ് പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഗുരുവായൂരിനടുത്തുള്ള പാലൂർ പള്ളി ഞങ്ങൾ പൊളിക്കും. ഗുരുവായൂരടുത്തുള്ള പാലൂർ സെന്റ് തോമസ് പള്ളി, ക്രിസ്ത്യൻ പള്ളി, അത് ശിവക്ഷേത്രമായിരുന്നു, അത് ഞങ്ങൾ പൊളിക്കും. പോരെ പൂരം. ഇയാൾ ചെയ്തു വെച്ചത് മുഴുവൻ വെള്ളത്തിലായില്ലേ? ഏതോ നാടകത്തിന് പറഞ്ഞ പോലെ ആ വെളിച്ചെണ്ണയും നാളികേരും വെറുതെ പോയി. ഐക്യവേദിയുടെ കേരളത്തിലെ പ്രധാന നേതാവ് RV ബാബു അവർകളാണ് ഈ അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത്, സാധാരണക്കാരനല്ല. ഇന്ത്യയിലാകമാനമുള്ള ഹിന്ദു ഇതര സമുദായങ്ങളുടെ പള്ളികളും ചർച്ചുകൾക്കും മേലെ ഈ ഹിന്ദുത്വവാദികൾ അവകാശം ഉന്നയിച്ചിട്ടുണ്ട്, കോടതിയിൽ പോകുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ട കാഴ്ചകളിലാണ്. ഈ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് മറ്റൊരു കാര്യം കൂടി പറയുകയുണ്ടായി. അയോധ്യയിലെ രാമക്ഷേത്രം ഞങ്ങൾക്ക് മക്കയും ജെറുസലേമും പോലെ പ്രധാനമാണെന്നും അതുകൊണ്ടാണ് ഞങ്ങൾ പിടിച്ചെടുത്തതെന്ന്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ കാര്യത്തിൽ ഞങ്ങൾ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന്. അതായത് ഇപ്പം ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ഞങ്ങളത് ചെയ്തിരിക്കും. വോട്ട് തന്ന് ഞങ്ങളെ വിജയിക്കുക, അപ്പം ഞങ്ങൾ ബാക്കിയുള്ള ചെയ്ത് കാണിക്കാമെന്ന് അർത്ഥം. ശരിക്കും പറഞ്ഞാൽ അതൊരു ഭീഷണിയുടെ സ്വരമാണ്. കേരളം ഞങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല, ഒരു നിരത്തിൽ ഞങ്ങൾ നിരത്തും, മണിപ്പൂർ നിരത്തിയ പോലെ. ഇപ്പം കേരളത്തിൽ
നട്ടല് നിവർത്തി നടക്കുന്ന രണ്ട് സമൂഹങ്ങളാണ് മുസ്ലിം സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും. ഹിന്ദുക്കൾ അവരുടെ ചെയ്തികളെ കൊണ്ട് ഒന്ന് വളഞ്ഞിട്ടാണ് നടപ്പ്. അവരെ നിവർത്തണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? മണിപ്പൂർ ആവർത്തിക്കണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? പള്ളികൾ നിരത്തണം. ആദ്യത്തെ പള്ളി ഏതാ? ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയായിട്ടുള്ള പുത്തംപള്ളി. പാനൂർ പള്ളി മാത്രമല്ല, പുത്തംപള്ളി മാത്രമല്ല, അർത്തുങ്കൽ പള്ളി വരെ പൊളിക്കുന്ന ഒരു അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉള്ളുകള്ളി എന്താണ്? ഉള്ളുകള്ളി ഇത്ര മാത്രമേ ഉള്ളൂ. ഇവരുടെ ഈ പരിപാടികളൊന്നും തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നുമല്ല. അവിടെയുള്ള ആൾക്കാർക്ക് അത്യാവശ്യം വിവരമൊക്കെ ഉണ്ട്. തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ട എനിക്കുണ്ട് വിവരം. 8ാം ക്ലാസ് വരെ പഠിച്ചവനാ ഞാൻ, അറിയോ? 8ാം ക്ലാസ്സിൽ ഞാൻ ജയിച്ചവനാ. അപ്പൊ എനിക്കുണ്ട് വിവരം. ഏത് കോപ്പനെയാണ് ജയിപ്പിക്കേണ്ടത്, ഏത് കോപ്പനെയാണ് മറ്റേ ഫാർ ഔട്ട് ആക്കേണ്ടത്, പടി കടത്തേണ്ടതൊക്കെ തൃശ്ശൂർക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും ഞങ്ങളെയൊക്കെ മൂലയ്ക്ക് ഇരുത്തിയിട്ട് സുരേഷ് ഗോപി അങ്ങോട്ട് വാഴിച്ചു കളയാം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കൂല കേട്ടോ എന്ന് പറയുകയാണ് ആര്? BJP-ക്കാർ തന്നെ. അപ്പം ഞാൻ ആദ്യം എന്താ പറഞ്ഞേ? കമ്മ്യൂണിസ്റ്റുകാർ LDF-ന് വോട്ട് ചെയ്യും, കോൺഗ്രസ്സുകാർ മുസ്ലിം ലീഗും UDF-ന് വോട്ട് ചെയ്യും, BJP-ക്കാർ ആർക്ക് വോട്ട് ചെയ്യുമെന്നറിയില്ല. BJP-ക്കാർക്ക് വോട്ട് ചെയ്യില്ല. അതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്താ? 20 സീറ്റിലും വട്ട 0. യാതൊരു സംശയമില്ല.